എല്ലാവർക്കും നമസ്കാരം. കേട്ടിട്ട് കാറ്റഗറി 3യുടെ ഫിസിക്കൽ സയൻസിന്റെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ പരിശോധിച്ചാലും അധികം വൈകാതെ ചോദ്യത്തിലേക്ക് കടക്കും. ഒന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ റൂദർഫോർഡിന്റെ ആൽഫ കണിക വിസരണ പരീക്ഷണത്തിന്റെ നിഗമനം അല്ലാത്തത് ഏത്? നിഗമനം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. എ, ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണ്. ഓപ്ഷൻ ബി, ആറ്റത്തിന്റെ മുഴുവൻ മാസ്സും അതിൽ സമാനമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ സി, ആറ്റത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യപ്പെടുത്തിയാൽ ന്യൂക്ലിയസിന്റെ വ്യാപ്തം വളരെ തുച്ഛമാണ്. ഓപ്ഷൻ ഡി, ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഒന്നുകൂടി വായിക്കാം. ഓപ്ഷൻ എ, ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണ്. ഓപ്ഷൻ ബി, ആറ്റത്തിന്റെ മുഴുവൻ മാസ്സും അതിൽ സമാനമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ സി, ആറ്റത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യപ്പെടുത്തിയാൽ ന്യൂക്ലിയസിന്റെ വ്യാപ്തം വളരെ തുച്ഛമാണ്. ഓപ്ഷൻ ഡി, ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഇതിന് ഉത്തരം കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് റൂദർഫോർഡിന്റെ ആൽഫ കണിക വിസരണ പരീക്ഷണം എന്നൊന്ന് പരിശോധിക്കാം. ആദ്യമായി 1911 ഈ പരീക്ഷണം റൂദർഫോർഡ് ആദ്യമായി ചെയ്യുന്നത്. ആറ്റത്തിന്റെ ഘടനയെ പറ്റി കൂടുതൽ വ്യക്തത വരുത്താനാണ് ഈ പരീക്ഷണം ശാസ്ത്ര മേഖലയെ സഹായിച്ചത്. അതായത് അന്നത്തെ കാലത്ത് ആറ്റത്തിന്റെ ഘടനയെ പറ്റി കാര്യമായ അറിവുകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ആറ്റത്തിന്റെ ഘടനയെ പറ്റി കൂടുതൽ വ്യക്തത വരുത്താൻ ഈ ഒരു എക്സ്പെരിമെന്റ് സഹായിച്ചു. 1911 റൂദർഫോർഡ് ഈ ഒരു പരീക്ഷണം ചെയ്യുന്നത്. അദ്ദേഹം ഒരു ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇങ്ങനെ വെച്ചു. അത് ഒരു ഗോൾഡ് ഫോയിലിലൂടെ കടത്തിവിട്ടതിന് ശേഷം ഈ ആൽഫ പാർട്ടിക്കിൾ ഈ ഗോൾഡ് ഫോയിലിൽ തട്ടി ഇവിടെ ഒരു ഡിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. ഇതൊരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ ആൽഫ പാർട്ടിക്കിൾ ഈ ഗോൾഡ് ഫോയിലിൽ തട്ടി മറികടന്ന് എങ്ങാനും ഈ ഫ്ലൂറസെന്റ് വോളിൽ തട്ടിക്കഴിഞ്ഞാൽ അവിടെ ഡിഫ്ലക്ഷൻ, അവിടെ ചെറിയ സ്പോട്സ് കാണാൻ പറ്റും. അപ്പൊ അതുവഴി നമുക്ക് മനസ്സിലാവും ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ നേരെയാണോ കടന്നു പോയതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന്റെ ഒരു ബേസിക് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു എക്സ്പെരിമെന്റ് വഴി അദ്ദേഹം കുറച്ച് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതില് ഒന്നാമത്, ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്ഷൻ ഇല്ലാതെ കടന്നുപോയി. ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്ഷൻ ഇല്ലാതെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഗോൾഡ് ഫോയിലിലൂടെ കടന്നുപോയ ആൽഫ പാർട്ടിക്കിൾ ഒക്കെ ഏത് വഴിയിലൂടെയാണോ വന്നത് അതേ ട്രാക്ക് തന്നെ ഫോളോ ചെയ്ത് ഈ പറഞ്ഞ ഫ്ലൂറസെന്റ് വോളിൽ തട്ടി. അതായത് ഡിഫ്ലക്ഷൻ ഒന്നും തന്നെ ഇല്ല. ഗോൾഡ് ഫോയിലൂടെ കടന്നു വന്നത് ഒരു ശൂന്യതയിൽ എന്ന പോലെ സ്ട്രെയിറ്റ് ലൈനിൽ വന്ന ആൽഫ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പാസ് ചെയ്തു പോയി. അപ്പൊ അതെന്താണ്, നമുക്ക് ആ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം എന്താണ് മനസ്സിലാക്കിയത്? ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമായതിനാലാണ് ഭൂരിഭാഗം ആൽഫ പാർട്ടികളും ഡിഫ്ലക്ഷൻ ഇല്ലാതെ കടന്നുപോയത്. ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണ്. അതായത് ഒരു ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമായതുകൊണ്ടാണ് ആൽഫ പാർട്ടിക്കിൾ ഒരു തരത്തിലും ഒരു ആൽഫ കണങ്ങളും ഡിഫ്ലക്ഷൻ ഇല്ലാതെ കടന്നുപോയത്. ആ ആറ്റത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും പാർട്ടികൾ ആ ഭൂരിഭാഗവും ശൂന്യമല്ലെങ്കിൽ ഈ ആൽഫ പാർട്ടികൾ അതിൽ തട്ടി ഡിഫ്ലക്ട് ചെയ്ത് പോയേനെ. ഭൂരിഭാഗം ആൽഫ പാർട്ടികൾ ഡിഫ്ലക്ഷൻ ഇല്ലാതെ കടന്നു പോയതിന്റെ കാരണം എന്താ? ആ ഗോൾഡ് ഫോയിലിന്റെ, അതായത് ഈ ആറ്റത്തിന്റെ ഉള്ളിൽ ഭൂരിഭാഗവും ശൂന്യമായതിനാലാണ് എല്ലാ ആൽഫ പാർട്ടികളും ആ രീതിയിൽ ഡിഫ്ലക്ഷൻ ഇല്ലാതെ കടന്നുപോയത്, ഭൂരിഭാഗവും. എന്നാൽ രണ്ടാമത്തെ നിഗമനം എന്ന് പറയുന്നത്, ചില ആൽഫ പാർട്ടിക്കിൾ സ്വർണ്ണത്തകിളിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണലുകൾ വ്യതിചലിച്ചു. അതായത് ഇതാണ് ഒരു ആറ്റം എന്ന് വിചാരിക്കാം. ഇതില്
ഈ ആറ്റത്തിന്റെ ഇതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ ഡയറക്റ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിള് 180 ഡിഗ്രിയിൽ റിഫ്ലക്ട് ചെയ്ത് പോവുകയും അതുപോലെ തന്നെ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുകൂടെ കടന്നു പോകുന്ന ആൽഫ പാർട്ടിക്കിൾ ചെറിയ ഒരു ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്ത് പോവുകയും ചെയ്തു. പക്ഷെ നമുക്കറിയാം ബാക്കിയുള്ള ഭൂരിഭാഗം സ്പേസും എംപ്റ്റി ആയതുകൊണ്ട് തന്നെ ഈ ആൽഫ പാർട്ടിക്കിൾ യാതൊരു ഡിഫ്ലക്ഷനും ഇല്ലാതെ അതിലൂടെ നേർരേഖയിൽ കടന്നു പോവുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ചില ആൽഫ പാർട്ടികൾ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണുകൾ വ്യതിചലിച്ച് തിരിച്ചു. അപ്പൊ ഇതിന് അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണ് ഇതിന്റെ കാരണം എന്ന് കണ്ടുപിടിച്ചപ്പോ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിള് ആറ്റത്തിൽ ഒരു പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തു കൂടെ കടന്നു പോയപ്പോൾ അവ ചെറിയ കോണുകൾ വ്യതിചലിച്ചു. പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തൂടെ കടന്നു പോയപ്പോൾ അവ ചെറിയ കോണളവിൽ വ്യതിചലിച്ചു. അപ്പൊ ആറ്റത്തിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആറ്റത്തിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, കാരണം ആൽഫ പാർട്ടിക്കിൾസ് ഹീലിയം ന്യൂക്ലിയസിന് തുല്യമാണ്. അപ്പൊ ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജുള്ള ഒരു വസ്തു ഡിഫ്ലക്ട് ചെയ്ത് പോകണമെങ്കിൽ അതിന് ഒരു പോസിറ്റീവ് ചാർജിന്റെ സമീപത്തൂടെ കടന്നു പോകണം. അതായത് പോസിറ്റീവ് ചാർജിന്റെ സമീപത്തുകൂടെ കടന്നു പോയപ്പോ ഈ ആൽഫ പാർട്ടിക്കിൾ ചെറിയ കോണുകളിൽ വ്യതിചലിച്ചു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നിഗമനമായി. ഇനി എന്താണ് മൂന്നാമത്തെ നിരീക്ഷണം എന്താണ്? വളരെ കുറച്ച് ആൽഫ പാർട്ടികൾ, അതായത് ഏകദേശം 20,000-1, വളരെ കുറച്ച് ആൽഫ പാർട്ടികൾ ഏകദേശം 180 ഡിഗ്രി കോണളവിൽ, അതായത് ഏത് ഡയറക്ഷനിലാണോ പോയത്, ഇത് നമ്മൾ ആറ്റമാണ്, ഇതാണ് ആൽഫ പാർട്ടിക്കിള്. ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ പാസ് ചെയ്ത് ഈ ന്യൂക്ലിയസിൽ ഡയറക്റ്റ് ഹെഡ് ഓൺ കൊളൈഡ് ചെയ്തതിന് ശേഷം തിരിച്ച് അതേ വഴിയിലിട്ട് തന്നെ പോവുകയാണ്. അതെന്താണ് നിഗമനം? അതിലൂടെ അദ്ദേഹം എന്താണ് നിഗമനത്തിലെത്തിയത്? ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്ത് ഒരു ചെറിയ വ്യാപ്തത്തിലാണ്. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്ത് ഒരു ചെറിയ വ്യാപ്തത്തിലാണ്. ഈ കേന്ദ്രഭാഗത്തിനെ ആറ്റത്തിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിളും ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ കടന്നുപോയത്. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസിന് മാത്രമേ സ്ലൈറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. അതിലും കുറച്ച് ആൽഫ പാർട്ടിക്കിൾസിന് മാത്രമേ 180 ഡിഗ്രിയിൽ തിരിച്ചു വന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത്? ന്യൂക്ലിയസിന്റെ സൈസ് അത്രയ്ക്ക് ചെറുതാണ്. അതായത് ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്ത് ഒരു ചെറിയ വ്യാപ്തത്തിലായാണ്. ഈ കേന്ദ്രഭാഗത്തിന് ആറ്റത്തിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവിൽ തിരികെ പോയത്. ഈ കേന്ദ്രത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഇതിനെ ഈ കേന്ദ്രഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആണ്. ആറ്റത്തിന്റെ ഹോൾ വ്യാപ്തവുമായി, ആറ്റത്തിന്റെ മൊത്തം വ്യാപ്തവുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ന്യൂക്ലിയസിന്റെ വ്യാപ്തം വളരെ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ 3 നിഗമനങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഈ ചോദ്യം ഉത്തരം പറയാലോ. ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണ്. ഓക്കെ, അത് ശരിയാണ്, ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണ്. ഇനി ആറ്റത്തിന്റെ മുഴുവൻ മാസും അതിൽ സമാനമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആറ്റത്തിന്റെ മുഴുവൻ മാസും അതിൽ സമാനമാണോ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഒരിക്കലും അല്ല. ആറ്റത്തിന്റെ കേന്ദ്രത്തിലാണ് കൂടുതൽ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. ഇനി ഓപ്ഷൻ സി, ആറ്റത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യപ്പെടുത്തിയാൽ ന്യൂക്ലിയസിന്റെ വ്യാപ്തം വളരെ തുച്ഛമാണ്. ശരിയാണ്. അതുകൊണ്ടാണല്ലോ അതായത് 20,000-1 ആൽഫ പാർട്ടിക്കിൾ 150 ഡിഗ്രി തിരിച്ചു വന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി, ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിനാണ്. അതും ശരിയാണ്. അപ്പൊ ഇതിൽ തെറ്റെന്നാണ്. ആറ്റത്തിന്റെ മുഴുവൻ മാസും അതിൽ സമാനമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഇതിൽ തെറ്റ്. ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാം. റൂദർഫോർഡിന്റെ ആറ്റം മോഡലിന് ചില ന്യൂനതകളുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തത്, ആറ്റത്തിന്റെ സ്ഥിരതയെ വിശദീകരിക്കാൻ സാധിച്ചില്ല. ആറ്റത്തിന്റെ സ്ഥിരതയെ വിശദീകരിക്കാൻ ആർക്കും സാധിച്ചില്ല. റൂദർഫോർഡിന്റെ ആറ്റം മോഡലിന് സാധിച്ചില്ല. രണ്ടാമത്, ആറ്റത്തിന്റെ ഇലക്ട്രോണിക ഘടനയെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഊർജ്ജം എന്താണ് എന്നിവയെ പറ്റി ഒന്നും ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. റൂദർഫോർഡിന് പറ്റിയില്ല. ഇലക്ട്രോണുകളുടെ സ്ഥിരത, ഘടന, വിന്യാസം, ഊർജം എന്നീ കാര്യങ്ങളൊന്നും ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. റൂദർഫോർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ഇതൊരു ഫെയിൽഡ് ആറ്റം മോഡൽ ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഫെയിൽഡ് ആറ്റം മോഡൽ അല്ല. ന്യൂക്ലിയസിനെ പറ്റി കൃത്യമായ ചില
കണ്ടെത്തലുകൾ നടത്താൻ ഈ റൂദർഫോർഡിന്റെ ആറ്റം മോഡലിനെ സാധിച്ചിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, സിമന്റ് ഉറക്കുന്നതിന് കാരണം എന്ത്? ഓപ്ഷൻ എ ഹൈഡ്രോളിസിസ്, ഓപ്ഷൻ ബി പോളിമറൈസേഷൻ, ഓപ്ഷൻ സി ഹൈഡ്രേഷനും ഹൈഡ്രോളിസിസും, ഓപ്ഷൻ ഡി ഡീഹൈഡ്രേഷൻ. ഇതിൽ ഏതാണ് സിമന്റ് ഉറക്കുന്നതിനുള്ള കാരണം എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കെമിസ്ട്രി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് നോക്കാം, സിമന്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. 1942. 1842 ജോസഫ് ആസ്പിഡിൻ ആണ് ആദ്യമായി സിമന്റ് എന്ന മെറ്റീരിയൽ കണ്ടെത്തിയത്. 1842 ജോസഫ് ആസ്പിഡിൻ ആണ് ആദ്യമായി സിമന്റ് കണ്ടുപിടിച്ചത്. ഇത് ഇംഗ്ലണ്ടിലെ പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ നിന്ന് കണ്ടെത്തിയ ചുണ്ണാമ്പ് കല്ലിന് സമാനമായതുകൊണ്ട് സിമന്റിനെ നമ്മൾ പോർട്ട്ലാൻഡ് സിമന്റ് എന്ന് വിളിക്കാറുണ്ട്. ഇംഗ്ലണ്ടിലെ പോർട്ട്ലാൻഡ് എന്ന ദ്വീപിലെ ചുണ്ണാമ്പ് കല്ലിന് സമാനമായതുകൊണ്ട് സിമന്റിനെ നമ്മൾ പോർട്ട്ലാൻഡ് സിമന്റ് എന്ന് വിളിക്കാറുണ്ട്. ഇനി എന്താണ് സിമന്റ്, എങ്ങനെയാണ് സിമന്റ് നിർമ്മിക്കുന്നത്, സിമന്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് പ്രീവിയസ് ഇയേഴ്സ് ആയിട്ട് പല ചോദ്യങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്നാമത് കാൽസ്യം ഓക്സൈഡ്, ലൈം. ഈ കാൽസ്യം ഓക്സൈഡ് ധാരാളമായി അടങ്ങിയിട്ടുള്ള വസ്തുക്കളും അതുപോലെ തന്നെ സിലിക്ക SiO2, അലൂമിനിയം, അയൺ, മഗ്നീഷ്യം എന്നിവയുടെ ഓക്സൈഡുകളും അടങ്ങിയ കളിമണ്ണും സംയോജിപ്പിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് സിമന്റ് എന്ന് പറയുന്നത്. അതായത് ലൈം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വസ്തുക്കളും SiO2, സിലിക്ക, ഒപ്പം അലൂമിനിയം, അയൺ, മഗ്നീഷ്യം എന്നിവയുടെ ഓക്സൈഡുകളും അടങ്ങിയ കളിമണ്ണും സംയോജിപ്പിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് സിമന്റ്. ലൈമും അതേപോലെ തന്നെ ഈ കളിമണ്ണും, ലൈം എന്ന് പറഞ്ഞ കാൽസ്യം ഓക്സൈഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വസ്തുക്കളും SiO2, അലൂമിനിയം, മഗ്നീഷ്യം, അയൺ എന്നിവയുടെ ഓക്സൈഡുകളും അടങ്ങിയിട്ടുള്ള കളിമണ്ണും സംയോജിപ്പിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് സിമന്റ് എന്ന് പറയുന്നത്. സിമന്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് 50 മുതൽ 60% വരെ കാൽസ്യം ഓക്സൈഡ്, 20 മുതൽ 25% വരെ SiO2, Al2O3, MgO, Fe2O, SO3. ഇതാണ് അയണിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്.